ഹായ് ഗൈസ്, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. നമ്മളെല്ലാവരും USSൻ്റെ പ്രിപ്പറേഷൻസിൽ അത്യാവശ്യം നല്ല ബിസി ആയിരിക്കുകയാണ്. 28 ഫെബ്രുവരിയാണ് നമ്മളെ എക്സാമിനേഷൻ. ഇനി ലെസ് ദാൻ 2 വീക്സ് നമുക്കുള്ളൂ. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലോണം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നല്ലോണം കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആക്കി നമ്മൾ പഠിക്കണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മീറ്റ് ചെയ്തതാണ് പൈതഗോറസ് തിയറം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൈതഗോറസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന കൺസെപ്റ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൺസെപ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. നമ്മൾ ഇപ്രാവശ്യം അതിൻ്റെ ആപ്ലിക്കേഷൻ റിയൽ ലൈഫിൽ പൈതഗോറസ് തിയറം എവിടെയൊക്കെ യൂസ് വരും എന്നതിൻ്റെ ആപ്ലിക്കേഷൻസിനാണ് കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഷുവർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ പലതവണ USSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം എന്താണെന്ന് ആദ്യം ഒന്ന് റീവിസിറ്റ് ചെയ്യാം. ആൾട്ടിറ്റ്യൂഡ്, ബേസ്, ഹൈപ്പോട്ടിന്യൂസ് ആണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡായിട്ട് നമ്മൾ പറയുന്നത്. ഹൈപ്പോട്ടിന്യൂസ് എന്താ? ഹൈപ്പോട്ടിന്യൂസ് ഇസ് ദ ഓപ്പോസിറ്റ് സൈഡ് ടു ദ റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ ആണിത്. റൈറ്റ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഹൈപ്പോട്ടിന്യൂസ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഹൈപ്പോട്ടിന്യൂസ് ഓപ്പോസിറ്റ് സൈഡ് ടു റൈറ്റ് ആംഗിൾ. അതിന് വേറൊരു പ്രോപ്പർട്ടി കൂടി ഉണ്ട്. ഇറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് സൈഡ് ഓഫ് ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ആൾട്ടിറ്റ്യൂഡും ബേസിനേക്കാളും വലുതാണ് ഹൈപ്പോട്ടിന്യൂസ് എന്ന സൈഡ്. ഓക്കെ, സോ പൈതഗോറസ് തിയറം എന്ന് വെച്ചാൽ എന്താ? ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ hypotenuse square is equal to altitude square plus base square. ഓക്കെ, ഹൈപ്പോട്ടിന്യൂസിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയറിൻ്റെയും ബേസിൻ്റെ സ്ക്വയറിൻ്റെയും സമ്മാണ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് തിരിച്ച് പറയാം. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ എന്ന് വെച്ചാൽ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ആണെങ്കിൽ നമുക്ക് പറയാം ഈ ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളാണ്. ഓക്കെ, സോ ഇതാണ് പൈതഗോറസ് തിയറം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇത് വെച്ചുകൊണ്ടുള്ള കുറേ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. An electric post stand upright on the ground. One end of a wire is tied to the post 12 meters from the ground. Other end of the wire is fixed to the ground 5 meters from the foot of the post. What is the length of the wire? മലയാളത്തിൽ വായിക്കാം. ഗ്രൗണ്ടിൽ കുത്തനെ നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ ഗ്രൗണ്ടിൽ നിന്നും 12 മീറ്റർ ഉയരത്തിൽ ഒരു കമ്പി പോസ്റ്റിൽ കെട്ടിയിട്ടുണ്ട്. കമ്പിയുടെ മറ്റേ അറ്റം ചുവട്ടിൽ നിന്ന് 5 മീറ്റർ അകലെ ഉറപ്പിച്ചിട്ടുണ്ട്. ഗ്രൗണ്ടിൽ നിന്നും പോസ്റ്റിലേക്കുള്ള കമ്പിയുടെ നീളം എന്താണ്? നമുക്ക് ഇതിനെ ഈ ക്വസ്റ്റ്യനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. ഇതാണ് ഇലക്ട്രിക് പോസ്റ്റ്. ഓക്കെ, ഇലക്ട്രിക് പോസ്റ്റ് ആൻഡ് അപ്രൈറ്റ് ഓൺ ദ ഗ്രൗണ്ട്. വൺ എൻഡ് ഓഫ് എ വയർ ഈസ് ടൈഡ് ടു ദ പോസ്റ്റ് 12 മീറ്റർ ഫ്രം ദ ഗ്രൗണ്ട്. സോ ഈ സൈഡാണ് ഓർ ഈ ലെങ്ത് ആണ് 12. ഓക്കെ, നമുക്കൊരു ഈ ലെങ്ത് ആണ് 12 മീറ്റർ ഫ്രം ദ ഗ്രൗണ്ട്. ദി അതർ എൻഡ് ഓഫ് ദ വയർ ഈസ് ഫിക്സ്ഡ് ടു ദ ഗ്രൗണ്ട് 5 മീറ്റേഴ്സ് ഫ്രം ദ ഫുട്ട് ഓഫ് ദ പോസ്റ്റ്. അപ്പോൾ ഇവിടുന്ന് ഒരു 5 മീറ്റർ കഴിഞ്ഞിട്ട് ഇത് ഗ്രൗണ്ട്, 5 മീറ്ററിന് ശേഷം വയർ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ? ഇതാണ് പോസ്റ്റ്. ഇതാണ് പോസ്റ്റ്, ഇതാണ് വയർ. ഓക്കെ, ഇത് 12 മീറ്റർ, ഈ ഡിസ്റ്റൻസ് 12 മീറ്റർ, ഈ ഡിസ്റ്റൻസ് 5 മീറ്റർ. ഈ 5 മീറ്റർ നിൽക്കുന്ന ഈ ഡിസ്റ്റൻസ് ആണ് ഗ്രൗണ്ട്. ഇതാണ് വയർ ടോപ്പ് ഓഫ് ദ പോസ്റ്റിൽ കെട്ടിയിട്ടുണ്ട്, പിന്നെ താഴെ ഗ്രൗണ്ടിലും കെട്ടിയിട്ടുണ്ട്. എന്താണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി വയർ? ഓക്കെ, ഇത് നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റൈറ്റ് ആംഗിൾ ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസിൽ നമ്മൾ റൈറ്റ് ആംഗിൾ ഫോം ചെയ്യേണ്ടതെന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? ഒരു ട്രയാങ്കിൾ എങ്ങനെയെങ്കിലും വരയ്ക്കാൻ പറ്റുമോ നോക്കാം. അതിലൊരു റൈറ്റ് ആംഗിൾ മാർക്ക് ചെയ്താൽ മതി. നമുക്ക് നേരെ പൈതഗോറസ് തിയറം അതിൽ അപ്ലൈ ചെയ്യാം. ഇതൊരു റൈറ്റ് ആംഗിൾ, ഇത് 12 മീറ്റർ, ഇത് 5 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇത് ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഹൈപ്പോട്ടിന്യൂസ് കാണാനുള്ള ഇക്വേഷൻ h² ഈസ് ഇക്വൽ ടു L² പ്ലസ് B², അഥവാ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. h² ഈസ് ഇക്വൽ ടു എന്താണ് ആൾട്ടിറ്റ്യൂഡ്? 12² പ്ലസ് ബേസ് എന്താ? 5² 12² എന്താ? 144. 5² ഈസ് 25. സോ 144 പ്ലസ് 25 എത്രയാണ്? h² ഈസ് ഇക്വൽ ടു 169. അങ്ങനെയാണെങ്കിൽ h എന്താ? h² 169 ആണെങ്കിൽ h ഈസ് ഇക്വൽ ടു 13 സെൻറ്റിമീറ്റർ ആണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി
13 ആണ് ഈ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരുന്നു. നമുക്ക് ഇനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് മറ്റേ ക്വസ്റ്റ്യൻ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ. 2 posts of height 8 meters and 50 meters stand upright on the ground. ഓക്കെ, നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. ഇതൊരു പോസ്റ്റാണ്. ഇത് നമുക്ക് 15 മീറ്ററിൻ്റെ പോസ്റ്റ് ആണെന്ന് കരുതാം. ഇനി ഇത് ഒരു 8 മീറ്ററിൻ്റെ പോസ്റ്റാണ്. ഓക്കെ, 8 മീറ്ററിൻ്റെ പോസ്റ്റ്, 15 മീറ്ററിൻ്റെ പോസ്റ്റ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ ഫീറ്റ് ഈസ് 24 മീറ്റർ. ഇത് 24 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ ടോപ്സ്? ഈ ഡിസ്റ്റൻസും ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത്. കുത്തനെ നിൽക്കുന്ന 2 പോസ്റ്റുകളിൽ 8 മീറ്ററും 15 മീറ്ററും വീതം പൊക്കമുണ്ട്. ഇവയുടെ ചുവടുകൾ 24 മീറ്റർ അകലത്തിലാണെങ്കിൽ മുകളറ്റങ്ങൾ എന്തകലത്തിലായിരിക്കും? ഓക്കെ, അപ്പോൾ ഇത് 50 മീറ്റർ, 8 മീറ്റർ, 24 മീറ്റർ. അപ്പോൾ ഇത് കണ്ടാൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ കാണേണ്ടത് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എവിടെ ഉണ്ടാക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഇവിടെ എങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് ഉണ്ടാക്കാം? ഇങ്ങനെ ഒരു ഇമാജിനറി ലൈൻ കൺസിഡർ ചെയ്താൽ ഇത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഞാൻ വേറെ റീഡ്രോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ സൈഡ് 24 ആണെങ്കിൽ ഈ സൈഡ് എത്രയാണ്? ഇതും 24 ആണ്. അപ്പോൾ ഈ സൈഡ് എത്രയാണ്? 15 മൈനസ് 8. 15 മൈനസ് 8 ആണ് ഈ സൈഡ്, അതായത് 7. ഓക്കെ, ഈ ട്രയാങ്കിളാണ് നമ്മളിവിടെ റീഡ്രോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ബേസ് ആണ് 24. 24 ആണ് ഈ ട്രയാങ്കിളിൻ്റെ ബേസ്. 7 ആണ് ഈ ട്രയാങ്കിളിൻ്റെ ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുള്ളത് എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്സ്. ഈ ടോപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഹൈപ്പോട്ടന്യൂസിനാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഹൈപ്പോട്ടന്യൂസ് h എന്ന് വിളിച്ചു. h കാണാനുള്ള ഇക്വേഷൻ എന്താ? h സ്ക്വയർ ഈസ് ഈക്വൽ ടു 7 സ്ക്വയർ പ്ലസ് 24 സ്ക്വയർ. എന്താണ് 7 സ്ക്വയർ? 49. എന്താണ് 24 സ്ക്വയർ? 576. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും h സ്ക്വയർ ഈസ് ഈക്വൽ ടു 625 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം h ഈസ് ഈക്വൽ ടു 625ൻ്റെ റൂട്ടാണ് 25. ഓക്കെ, 25 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. 25 എന്ന ഓപ്ഷൻ ഡി ആണ് ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആൻസറായി വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇവിടെ കൺസിഡർ ചെയ്യുകയാണ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇവിടെ ഫോം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ നേരെ പൈതഗോറസ് തിയറം ഇട്ടു, നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ടഫാണെന്ന് തോന്നുന്നു. An areca palm 32 meters high is broken at a point 15 meters from the ground and its top just touches the ground. How far from the foot of the tree is the top end now? Okay, 32 മീറ്റർ ഉയരമുള്ള ഒരു കവുങ്ങ് 15 മീറ്റർ ഉയരത്തിൽ വെച്ച് ഒടിഞ്ഞ് അതിൻ്റെ മുകളറ്റം നിലത്ത് കുത്തിയിരിക്കുന്നു എങ്കിൽ നിലത്ത് കുത്തിയ അറ്റം ചുവട്ടിൽ നിന്നും എത്ര അകലത്തിനാണുള്ളത്? നമുക്കത് വിഷ്വലി അനലൈസ് ചെയ്യാം. അപ്പോൾ 32 മീറ്റർ ഉണ്ടായിരുന്ന ഒരു കവുങ്ങല്ലേ, അരീക്ക പാം എന്ന് വെച്ചാൽ കവുങ്ങ്. 32 മീറ്റർ ഉണ്ടാകുന്ന ഒരു കവുങ്ങ് 15 മീറ്ററിൽ വെച്ച് മുറിഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഗസ് ചെയ്യാം. ഇത് ഗ്രൗണ്ടാണ്, ഇത് 15 മീറ്ററാണ്.
15 മീറ്ററിൽ നിന്നും അരിക പാം അങ്ങ് മുറിഞ്ഞു പോയി. ഓക്കെ, ഇതാണ് പാമ്പിൻ്റെ തല എന്ന് വിചാരിക്കാം. പാമ്പ് നേരെ ഉണ്ടായിരുന്നു, ഹൈറ്റിൽ ഉണ്ടായിരുന്നു. ഇതിൽ 15 മീറ്ററിൽ വെച്ച് അത് മുറിഞ്ഞു പോയി. അപ്പോൾ ഇതാണ് ആ പാമ്പിൻ്റെ തല കിടക്കുന്നത്. ഇതാണ് പാമ്പിൻ്റെ ടോപ്പ്. അപ്പോൾ ഇത് 15 ആണെങ്കിൽ ഈ കമുങ്ങിൻ്റെ മൊത്തം ഹൈറ്റ് 32 ആണെങ്കിൽ ഈ സൈഡ് എത്രയാണ്? 32 - 15 വിച്ച് ഇസ് ഈക്വൽ ടു 17. നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താ? ഹൗ ഫാർ ഫ്രം ദ ഫുട്ട് ഓഫ് ദ ട്രീ ഇസ് ദ ടോപ്പ് എൻഡ് നൗ. ടോപ്പ് എൻഡ് എവിടെയാണ്? ഫുട്ട് ഓഫ് ദ ട്രീ എവിടെയാണ്? ഈ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് കാണാൻ പറ്റില്ലേ? ഈ ലൈൻ അങ്ങ് ജോയിൻ ചെയ്താൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് റൈറ്റ് ആംഗിൾ. ഹൈപ്പോട്ടിന്യൂസ് ആണ് 17 മീറ്റർ, ആൾട്ടിറ്റ്യൂഡാണ് 15 മീറ്റർ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബേസ് കാണാനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായി. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈസ് ഇക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ഓർ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ എന്താ? 17 സ്ക്വയർ ഈസ് ഈക്വൽ ടു 15 സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. 17 സ്ക്വയർ എന്താ? അത് 289 ഈസ് ഈക്വൽ ടു 225 പ്ലസ് എൽ സ്ക്വയർ. അപ്പോൾ എൽ സ്ക്വയർ എന്താ? 289 മൈനസ് 225. ഇതെന്ത് കിട്ടും? നമുക്ക് 64 എന്ന് കിട്ടും. എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 64. അങ്ങനെയാണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ എന്താ? √64 ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. സോ 8 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ പൈതഗോറസ് തിയറം എന്താണെന്ന് പഠിച്ചു. പൈതഗോറസ് തിയറത്തിൻ്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള നമ്മൾ 3 ക്വസ്റ്റ്യൻ ചെയ്തു. 3 ക്വസ്റ്റ്യനും ഭയങ്കര ഡിഫറെൻറ്റ് തലത്തിലുള്ള 3 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ USSൻ്റെ മോഡലായിട്ട് നമ്മൾ പലതും ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്യാവശ്യം കണ്ടുവരുന്ന പല ടൈമിലായങ്ങാണ്ട് പല വർഷത്തിലായങ്ങാണ്ട് നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ നിന്ന് ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനിയും USSൻ്റെ ചാനലിൽ നമ്മൾ കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പൈതഗോറസ് തിയറം എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും USSന് വേണ്ടി അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. എന്നാലേ നമുക്ക് കൺസെപ്ച്വൽ എറേഴ്സ് അല്ലെങ്കിൽ സില്ലി മിസ്റ്റേക്ക് ആയുള്ള ഇപ്പോൾ 2+3 = 6 എന്ന് എഴുതുന്ന കുട്ടികളുണ്ട്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ ബൈ.